തിരുവനന്തപുരത്തിന്റെ ജലസംഭരണിയായ നെയ്യാർ ഡാമിലേക്ക് പോകുന്ന റോഡാണെന്ന്. പട്ടകുളത്തെത്തി 1, 2, 3, 4, 5 എണ്ണിയാ തീരാത്ത കുറച്ച് ചെറിയ കുഴികളുമുണ്ട്. ബാക്കി അപ്പുറത്ത് വേണം. കുഴിയെണ്ണി മാതൃഭൂമി ന്യൂസിന്റെ വഴിയാത്ര കടന്നുപോയിട്ട് 1 വർഷമായി. അന്ന് കണ്ട കാഴ്ച ഇതായിരുന്നു. ചൂണ്ടുപലക നെയ്യാർ ഡാം റോഡ് നവീകരിക്കാൻ 3.5 കോടി. 3.5 കോടി ഉണ്ടെന്നുള്ള ബോർഡാണ് ഞങ്ങളും കാണുന്നത്. ഇത് ഈ റോഡിൽ ഒരു 10 കൊല്ലം കൊണ്ട് ഇതാണ് അവസ്ഥ. ഈ വാർത്ത വന്നിട്ടും വലിയ ഗുണമുണ്ടായില്ല. കാട്ടാക്കട നെയ്യാർ ഡാം യാത്ര കുലുങ്ങി നടുവൊടിഞ്ഞു തന്നെ. എന്നാൽ കഴിഞ്ഞ ദിവസം ആ കാഴ്ച കണ്ട് കാട്ടാക്കടക്കാർ ഉറക്ക വിളിച്ചു, ഹേ പ്രഭു ഏ ക്യാ ഹുവാ. കാട്ടാക്കട നെയ്യാർ റോഡിൽ അതാ ടാറുരുക്കി ഒഴിക്കുന്നു. റോഡ് പണി തകൃതി, അതും പെരുമഴയെന്ന്. നവകേരള സദസ്സ് കാട്ടാക്കട മണ്ഡലത്തിൽ എത്തും മുമ്പ് റോഡ് ശരിയാക്കണമത്രേ. മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കാട്ടാക്കടയിൽ എത്തുമ്പോൾ എല്ലാ റോഡും മിഠായി പോലെ വേണമെന്ന് MLAക്ക് നിർബന്ധം. കോരിച്ചൊരിയുന്ന മഴയിൽ റോഡിൽ ടാറുരുക്കി ഒഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പക്ഷേ നാട്ടുകാർക്കറിയാം. നവകേരള സദസ്സ് വന്നുപോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാലിച്ച ടാർ മാറി പഴയ കുഴികൾ തിരിച്ചു വരുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് കാട്ടാക്കടക്കാർ ചോദിക്കുന്നു, ഹേ പ്രഭു ഏ ക്യാ ഹുവ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.